ആ നിങ്ങൾ കൊറേ നേരം വന്നിട്ട് ഞങ്ങൾ പറഞ്ഞാലേ നല്ല നോക്കിയിരിക്കും. അതല്ലേ ഞാൻ പണിക്ക് പോകാറില്ല. ഇനി പിള്ളേര് പൈസ അയച്ചു തരും. അതുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കും. നിങ്ങളൊക്കെ ഭാഗ്യം. ഞാൻ എണീറ്റതാ ചേട്ടാ, രാവിലെ എണീറ്റതാ. പിന്നെ എന്തോരം മാറി പോവാൻ തോന്നില്ല. അവിടെ ഉറക്കുമ്പൊന്നും അവിടെ എനിക്ക് പുള്ളിയെക്കാട്ട് ജനിക്കണം. അല്ല നമ്മൾ ഭാഗ്യവാനാ. പിന്നെ നമ്മുടെ ജോലിക്കൊന്നും പോകണ്ട. പണിക്ക് പോയെന്ന് അറിയാൻ പ്രശ്നമാണ്. വീട്ടില് കയറ്റത്തില്ല, വീട്ടിലോട്ട് കയറ്റത്തില്ല. എന്റെ ഒക്കെ ഭാഗ്യം. പൈസ നമുക്ക് പണിയെടുക്കുന്നെങ്കിൽ വീട്ടില് കടപ്പ് പോയല്ലോ. അതാണ് വ്യത്യാസം. അതാ എന്നിവിടെ കാണുമല്ലോ. ചേട്ടൻ മടിയാ, ഞങ്ങൾക്കും മടിയാ പോവാൻ പറ്റും. വേർപ്പിന്റെ അസുഖം കൊണ്ട് പണിയെടുക്കാൻ പറ്റില്ല. വേർപ്പ് പ്രശ്നമാണ്. അതാണ് മെയിനായിട്ട് പ്രശ്നം. എനിക്ക് പിന്നെ വേറെ പ്രശ്നമല്ല, വേർക്കത്തില്ലേ. കല്ലെടുത്തിട്ട് അപ്പഴേ വേർക്കും. എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വേർക്കെന്ന് വെച്ചാല് പണി ചെയ്തിട്ട് വേണ്ട വേർക്കാൻ. പിള്ളേര് പറഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരുന്നോളാന്നാ പറഞ്ഞത്. ആ പിള്ളേരുടെ ഭാഗ്യം. ആ പിള്ളേരുടെ എനിക്ക് വീട്ടില് രാവിലെ എണീക്കാനേ തോന്നും. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പോവും. എണീറ്റ് കഴിഞ്ഞാൽ എണീറ്റില്ല, ഭയങ്കര ഹാങ്ങോവറാ രാവിലെ. കൊറേ കാലം ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ ക്ഷമിച്ച് ഇനി ഞാൻ സമ്മതിച്ചൊന്നും കൊടുക്കില്ല. വെച്ചിട്ടുണ്ട് ഞാൻ നല്ലതുപോലെ തന്നെ. എന്റെ വീടിന്റെ അയൽവക്കത്ത് ഒരു സ്ത്രീ ഉണ്ട്, അവരെ കൊണ്ട് ഒരു രക്ഷയില്ല. ഞാനൊരു കരിയാപ്പ് നട്ട് വെച്ചിട്ടാണ് മൊത്തം ഞാൻ ഇല്ലാത്ത സമയം നോക്കി നുള്ളിയാന്റെ ഇല പറിച്ചുകൊണ്ട് പോകും. അത് തന്നെ അവരുടെ സ്ഥിരം ജോലി. കരിവേപ്പിലയുടെ കാര്യമല്ലേ. അയൽവക്കം ആകുമ്പോ കരിവേപ്പില അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് കൊടുക്കും, ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കും. അതൊക്കെ ഒരു കാര്യം. എത്ര കാര്യമാക്കാനുണ്ടോ? കരിയാപ്പിന്റെ കാര്യമാണെങ്കിൽ പോട്ടേന്ന് വെക്കാം. ഒരു നല്ലൊരു മാവ് ഉണ്ടായിരുന്നു, ആ മാവ് നിറച്ചും പൂത്തു നിൽക്കായിരുന്നു. എല്ലാ ദിവസവും വന്ന് മാവേലിട്ട് നോക്കി ആ മാവിന്റെ മൊത്തം കരിഞ്ഞുണങ്ങി കത്തിപ്പോയി. അതുപോലെ ഇടിവെട്ടി പോയതായിരിക്കും. കണ്ണു വെച്ചാലൊന്നും മാവ് പോയില്ല. നല്ലൊരു പേരമര വീട്ടുമുറ്റത്തുണ്ടായിരുന്നു, നിറച്ചു പേരയ്ക്കാനായിരുന്നു. ഞാനും കുറച്ചും കൂടി പുറത്തു പോയ സമയത്ത് അവര് വന്ന് ആ പേരമുരം വെട്ടിയിട്ടിട്ട് ആ പേരയ്ക്ക മുഴുവനും എടുത്തുകൊണ്ട് പോയി. അതാണ് അവരുടെ പണി. പേരമരം വെട്ടിക്കാതെ മോശമായി പോയി. അതങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. എല്ലാം ക്ഷമിച്ച് ഇതെല്ലാം പോട്ടേന്ന് വെക്കാം. എന്റെ ചെറുക്കൻ പേട്ടി ചെറുക്കൻ എന്ന് പറഞ്ഞു, കൊള്ളാത്ത ചെറുക്കനാണെന്ന് പറഞ്ഞ ഈ അയൽവക്കക്കാരെല്ലാരും കൂടെ സോഷ്യൽ മീഡിയ വഴി എല്ലാം പറഞ്ഞിട്ട് ഒരു നല്ലൊരു കല്യാണാലോചന പോലും വരുന്നില്ല. ഇതിൽ കൂടുതൽ എന്ത് ക്ഷമിക്കാനാ, ഇനി എന്ത് ക്ഷമിക്കാനാ ഞാൻ? കല്യാണപ്രായമായ ചെറുക്കനെ പേട്ടി ചെറുക്കം എന്ന് പറഞ്ഞ് നടക്കുന്നത് ശരിയല്ല. എന്താ പിന്നെ അവർക്കെതിരെ കേസ് കൊടുക്കണം. അതിനെതിരെ ചേച്ചി കേസ് കൊടുക്കാം. എന്റെ ചെറുക്കനെ ഇവിടെ ഇനി പെണ്ണൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇനി വല്ല നേപ്പാളിലും പോയി വല്ല പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചുകൊണ്ട് വരേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഇതല്ലേ ഇവിടുത്തെ അവസ്ഥ. ആൾക്കാർ പറഞ്ഞു പെണ്ണിന് കിട്ടണ്ടേ. അതുകൊണ്ട് എന്റെ ചെക്കൻ നേപ്പാളിലെങ്ങാനും പോയി വടക്കേ ഇന്ത്യയിലെങ്ങാനും പോയി വല്ല പെണ്ണിനെയും കല്യാണം കഴിച്ചിട്ട് വരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇവിടെ നടക്കുമെന്ന് തോന്നുന്നില്ല ഈ പെണ്ണുങ്ങള് കാരണം. നല്ല അടിപൊളി നേപ്പാളികൾ ഇവിടെ ഉണ്ട്. ഈ ബ്യൂട്ടി പാർലറിലൊക്കെ എത്ര നേപ്പാളി പെണ്ണുങ്ങൾ അല്ല ഇവിടെ നമുക്കിപ്പോ അതേ നടക്കൂല്ലോ. കാരണം മലയാളി പെണ്ണുങ്ങളൊന്നും കിട്ടത്തില്ല. ഇതല്ലേ പരിസരവാസികള്. ഇവരെ കൊണ്ട് പുറത്തു കുട്ടി. നമുക്ക് നോക്കാൻ ചെയ്യും. എന്നാലും നമുക്ക് വിഷമമില്ലേ? ഒരമ്മയല്ലേ, നമ്മുടെ മക്കളുടെ കൈമോന്റെ കല്യാണം നടന്നില്ലേ നമുക്ക് വിഷമമില്ലേ? ഈ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഇവിടെ തന്നെ നോക്കാം, നേപ്പാളിയിലെ നോക്കാം. ഒരു കാര്യം ചെയ്യേ, ഞങ്ങളും ഈ കേസിൽ ഇടപെടാം. നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. അതിനൊരു തീരുമാനം ഉണ്ടാക്കിയാൽ പറ്റും. ഞങ്ങളെല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. നമുക്കൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് കൂടെ ഞങ്ങളെല്ലാവരും. അത് മതി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താകും എന്റെ മകന്റെ പുട്ടൂര്? പുട്ടൂരാ? അതെന്ത് സാധനമാണ്? കേട്ടിട്ടില്ല, എനിക്ക് മനസ്സിലായില്ല. അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലല്ലേ? FUTURE പുട്ടൂര്. പുട്ടൂരല്ല ചേച്ചി, ഫ്യൂച്ചർ, ഭാവി. ചേച്ചി എവിടെ ഇംഗ്ലീഷ് പഠിച്ചത്? ഞാനേ തവാല് വഴിയാ ഇംഗ്ലീഷ് പഠിച്ചത്. ചേച്ചി പരാതിയൊക്കെ പിന്നെ കൊടുക്കാം. ആദ്യം പോയി ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടാ. ഓടിക്കോ. ഇങ്ങനെ ഇരുന്ന് എന്താവും നമ്മുടെ പുട്ടൂര്? വാ നമുക്ക് പോയി. ഇനി ഇവിടുന്ന് നാളെ കാണാം.